ഹായ്, വെൽക്കം ബാക്ക്. തങ്കലാൻ തങ്കലാന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്ന സിനിമയായിരിക്കും, ഞെട്ടിക്കുന്ന സിനിമയായിരിക്കും എന്നൊക്കെ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ബാക്കിയൊക്കെ പിന്നീടേ റെഡി. ധാരാളം കരിമ്പുലിയാണ്. ഗോൾഡ് മണി. அப்படி என்னதான் ஓடுமா மண்ணே இருக்கிற உலகத்துல? His Excellency Mr. Clement Dore அவரு உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்கார். இந்த வேலையை செய்யறதுக்கு நம்மளை விட வேற ஆளே கிடையாதா? ஓ, இதுதான் பண்ணுது. வாழ்க்கை எல்லாம் விட்ட வெளிச்சு போயிடும். இங்க பொண்ணு எடுக்கிறது நம்ம உயிரை நாம எடுக்கிறதுக்கு சமம். இதானே எங்க பேய்க்குது பிசாசிக்குதுன்னு சொன்னா? எல்லாம் புரியும் மாய சூனியக்காரன் யாராம்? சூனியக்காரன் இல்ல சங்கோடே, சூனியக்காரி. ഒരു കോള് വന്നാണ്. ஆரத்தி அவதான் உண்மை இல்லையே. அந்த சூனியக்காரர்களை யாருமே கட்டவே முடியாதா? கட்டுவோம். நான் கட்டுறேன். എന്തൊരു ആളുകൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ അമ്മോ, சாவுக்கு துணிதானுக்கு மட்டும்தான் இங்க வாழ்க்கை. മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോഴേ ആ ഡിഫറൻസ് കൊണ്ട് എവറി ഷോട്ട് എവറി ഫ്രെയിം, ഡയലോഗ് ഡെലിവറി, അവരുടെ പ്രസന്റേഷൻ, എല്ലാത്തിലും ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഇതൊരു സാധാരണമായ പടം കിടയാത് തമ്പി എന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര, ഒന്ന് ആ ഫുൾ പൊടിപടല ഇങ്ങനെ പാറി പറഞ്ഞുകൊണ്ടൊരു സംഭവം. രണ്ട്, ഫുൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, എല്ലാ കാസ്റ്റിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാണ് സാധ്യത. ലുക്ക് വൈസ് അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ എന്താ പറയുക, ചിയാൻ വിക്രം. പുള്ളിക്കാരനിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഏത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എടുത്ത് നോക്കിയാലും, പിന്നെ പുള്ളിക്കാരൻ്റെ ലൈഫിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഏത് നടന്മാരെ വെച്ച് നോക്കുകയാണെങ്കിലും അത്രയും എന്താ പറയുക, മേക്ക് ഓവർ കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു നടനാണ്. മേക്ക് ഓവറിൽ മാത്രമല്ല, ഡയലോഗ് ഡെലിവറിയിലും ആ ഒരു കഥാപാത്രം ഇങ്ങനെ ആയിരിക്കും സംസാരിക്കാൻ തോന്നും. പുള്ളിക്കാരൻ്റെ ഈ എന്താ പറയുക, സിനിമകൾ നമ്മൾ കാണുന്നത് ഇടയ്ക്ക് ഒരു കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ഡിസ്റ്റർബ് ആയിട്ട് കാണേണ്ട ഇടയിൽ. പിന്നെ പറയേണ്ടത്, എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയാ, പ്രതീക്ഷയോടെ നോക്കി കാണുന്ന മറ്റ് രണ്ടാളുകൾ എന്ന് പറയുന്നത്, ഒന്ന് മാളവികയാണ്, രണ്ട് പാർവതി. അപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതായത് ഇത്തരത്തിലുള്ള സിനിമയിലൊക്കെ വരുമ്പോൾ പാർവതി തിരുവത്തൊക്കെ അഭിനയം കൊണ്ട് എന്തായാലും കിടലിനാണ്, നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ ലാസ്റ്റ് ഒന്ന് ഉള്ളൊഴുക്കടക്കം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിലും നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അത് കണ്ടറിയാം. പിന്നെ പാരഞ്ജിത്താണ് സംവിധാനം. പുള്ളിക്കാരനിലും ഭയങ്കര വിശ്വാസമുണ്ട്. പിന്നെ ഈ ഗോൾഡ് മൈൻ, ഗോൾഡ് ഫീൽഡും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് കാര്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ കുറെ ഒരു വലിയൊരു മല കാണിക്കണ്ടല്ലോ ഗോൾഡ് പോലെ, അത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ മയില് പോയിരിക്കുന്നത്, ആൺമയിൽ പോയിരിക്കുക, ഈ എന്താ പറയാ സ്വർണ്ണുള്ള മലകളിൽ പോയിരിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊരു സീൻ അങ്ങനെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. അത് തന്നെയാണെന്ന് അറിയില്ല. ഇങ്കതാ പൊന്നിറുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊരു ക്യാരക്ടർ അല്ലെ, ആ ക്യാരക്ടർ അത് പറയുന്നത് അവിടെ ഒരു മയില് മാറിപ്പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ കണക്ട് ചെയ്തായിരിക്കാം എനിക്ക് തോന്നുന്നു. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന പുറം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഫ്രഞ്ചോ ആരും ആയിരിക്കുള്ള, അവര് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ലോക്കൽസ് ആയിട്ടുള്ള ആളുകളെ, കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് പൊന്നെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പറഞ്ഞു പറ്റിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. കാരണം ഇതില് നമ്മുടെ ചിയാൻ വിക്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ആ സ്ഥലത്ത് പോയി പൊന്നെടുക്കാൻ നമ്മളെ കൊണ്ട് അല്ലാതെ വേറെ ആർക്കൊന്നും കഴിയില്ല എന്ന് പറയുന്നത് അവരുടെ ഡ്രസ് ഇട്ടിട്ടാണ് പുള്ളി പറയുന്നത്.
അവിടെ മാത്രം ചെയ്യാൻ്റെ ഡ്രസ്സിങ് അതാണ്. ആ ബ്രിട്ടീഷ് ലുക്ക് ഒന്ന്, അല്ലെങ്കിൽ ഫ്രഞ്ച് ആവാൻ ചാൻസ് ഇല്ല, ബ്രിട്ടീഷ് തന്നെയാണെന്ന് തോന്നുന്നു. എനിവേ ആ ഒരു ലുക്ക് ഒന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ആ പാന്റും ആ ഷർട്ടും ഒക്കെ ഇട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ അത്തരത്തിലൊരു സംഭവമായിരിക്കും. പിന്നീട് തിരിച്ചറിയുന്നതോ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലത്തെ സാധനമായിരിക്കും. പക്ഷെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആ കരിമ്പുലിന്റെ സീന് ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആ പാമ്പ്, അത് നമ്മൾ ടീച്ചർ കണ്ടിരുന്നു, പാമ്പിനെ പിടിച്ചിങ്ങനെ പറിച്ചിട്ട് എറിയുന്നത്. അതുപോലെ ഇപ്പോ ഒരാളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ പാറി വന്ന് ചാടി വന്ന് കൊത്തിന് നിൽക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ. അപ്പൊ മൊത്തത്തിൽ ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആവാൻ സാധ്യതയുണ്ട്. പെർഫോമൻസ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സാധനം ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഇത്തരത്തിലൊരു സബ്ജക്ട് എടുക്കുമ്പോൾ അത് പ്രസന്റേഷൻ നന്നായിട്ട് വരണമല്ലോ. പിന്നെ എപ്പോഴും ഇതിന്റെ നമ്മൾ ഏത് ഭാഗം കാണുകയാണെങ്കിലും ഇതിന്റെ പോസ്റ്റർ വന്നപ്പോഴൊക്കെ നമുക്കൊരു അപ്പോക്കാലിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു അപ്പോക്കാലിപ്റ്റിക് സംഭവമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ ഉള്ള രീതിയിലുള്ള മേക്കിങ്ങും പരിപാടികളൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ റിവ്യൂ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.